ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നലെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് ആണ് മൊഡ്യൂൾ 2 തുടങ്ങിയത്. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിലെ ബേസിക്സ് നമ്മൾ നോക്കിയിരുന്നു. അതായത് സോളിഡ്സ് എന്താണെന്നും ഓരോ സോളിഡ്സ് എന്താണ്, പ്രിസം എന്താണ്, പിരമിഡ് എന്താണെന്നൊക്കെ നോക്കിയിരുന്നു. ഇനി നമുക്ക് സോളിഡ്സ് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ അത് ഓരോ കേസസ് ഉണ്ട് സോളിഡ്സിൻ്റെ. ഇപ്പോൾ ലൈനിൽ നമ്മൾ പഠിച്ചുള്ള ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി പാരലൽ ടു വി പി എന്ന് പറഞ്ഞ പോലെ സോളിഡിൻ്റെ കേസിലും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കേസാണ് നമുക്ക് നോക്കാം. പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് വരയ്ക്കണമെങ്കിൽ ആക്സിസ് ഓഫ് സോളിഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ആക്സിസ് ഞാൻ പറഞ്ഞിരുന്നു, ആക്സിസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് സോളിഡിൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആക്സിസ് ഓഫ് സോളിഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നതാണ്. ഇമാജിൻ ദിസ് ഈസ് അവർ എച്ച് പി ആൻഡ് ദിസ് ഈസ് അവർ വി പി. ഇതൊരു സോളിഡ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ഇതൊരു സ്ക്വയർ പ്രിസമാണ്. സ്ക്വയർ പ്രിസത്തിൻ്റെ ആക്സിസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ സെൻറ്ററിൽ ഇവിടെ ഈ ലൈനാണ് ആക്സിസ്. ഓക്കെ, ഇവിടെ ഈ ബേസ് ഉണ്ട്, സ്ക്വയറിൻ്റെ ഇവിടെ ബേസ് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. ഇമാജിൻ ഇത് ബേസ്, ഇത് ബേസിൻ്റെ സെൻറ്ററാണിത്. ഇത് ടോപ്പിൻ്റെ സെൻറ്ററാണ്. ബേസിൻ്റെ സെൻറ്ററും ടോപ്പിൻ്റെ സെൻറ്ററിലുമാണ് എന്ത് ആക്സിസ് ലൈ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കേസിൽ ആക്സിസ് എങ്ങനെയാണ്? ആക്സിസ് ഈസ് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഈ ആക്സിസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് പിയിൽ നമുക്ക് എങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിട്ടുന്നത്. ദ സെയിം ടൈം ദിസ് ആക്സിസ് ഈസ് പാരലൽ ടു വി പി എന്നുള്ള കേസാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കുക, പ്രാക്ടിക്കലി കാണിക്കാൻ പറഞ്ഞാൽ ഇമാജിൻ ഇതൊരു സ്ക്വയർ പ്രിസമായിട്ട് ഇമാജിൻ ചെയ്യുക. ഇത് ഞാൻ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. സ്ക്വയർ പ്രിസമാണ് അല്ലേ. ഇത് നമ്മളെ വെർട്ടിക്കൽ ഫേസ് ആണ്, റെക്റ്റാങ്കിൾ ഫേസ് ആണ്. സേ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 റെക്റ്റാങ്കിൾ ഫേസസ് ഉണ്ട്. ഇതാ ടോപ്പ് പോർഷൻ സ്ക്വയർ ആണ്. അതുപോലെ ബേസ് ഞാൻ ഇതായിട്ട് കൺസിഡർ ബേസും സ്ക്വയർ ആണ്. ആക്ച്വലി നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇവിടെയും ഒരു സ്ക്വയർ വെച്ച് ഇവിടെയും വെച്ച് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഇതിങ്ങനെ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ആയിരിക്കും ആക്സിസ് ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഞാൻ കൈ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. ഇതാണ് ആക്സിസ്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ബോട്ടത്തിൽ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇതാണ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ആക്സിസ് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇത് എച്ച് പി ആണ്. സേ ദിസ് ഈസ് എച്ച് പി ആൻഡ് ദിസ് ഈസ് അവർ വി പി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു സോളിഡ് ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് കേസ്? എന്താണ് ഈ സോളിഡിൻ്റെ ആക്സിസ് എങ്ങനെയാണ്? എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദിസ് സോളിഡ് വി പിക്ക് എങ്ങനെയാണ്? ഇതിൻ്റെ ആക്സിസ് എങ്ങനെയാണ്? ആക്സിസ് ഇതല്ലേ, ആക്സിസ് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ. ആക്സിസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ആക്സിസ് എങ്ങനെയാണ്? പാരലൽ ടു എന്താ? പാരലൽ ടു വി പി ആണ്. ഓക്കെ, പാരലൽ ടു വി പി ആൻഡ് അറ്റ് ദ സെയിം ടൈം പെർപെൻഡിക്കുലർ ടു എച്ച് പി. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താണ്? ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ പ്ലേസ് ചെയ്തിരിക്കണം, എൻ്റെ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്, നിങ്ങൾ ഒബ്സർവറായിട്ട് നിൽക്കണം അല്ലേ. ഇതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ എന്താണ്? ഫ്രണ്ട് വ്യൂവിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇവിടുന്ന് നമുക്ക് വി പിക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഈ എൻഡിൽ നിന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും, ഈ എൻഡിൽ നിന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും, അതുപോലെ ബോട്ടത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യും, ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിളാണ് കിട്ടുക. അതേപോലെ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴോ ഇതാണ് ടോപ്പ് അല്ലേ. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണുക? ജസ്റ്റ് ഈ ഒരു സ്ക്വയർ മാത്രമാണ് കാണുക അല്ലേ. കറക്റ്റ് ഈ ടോപ്പിൽ നോക്കുമ്പോൾ ഈ ഒരു സ്ക്വയർ പോർഷൻ മാത്രമാണ് കാണുക അല്ലേ. അപ്പോൾ അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഈ താഴെ തന്നെ അല്ലേ വരിക? ഇവിടെ അതുപോലെ ഇവിടെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഈ ഒരു സ്ക്വയർ പ്രിസം വെച്ചിട്ടുണ്ട്. സ്ക്വയർ പ്രിസത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? ഓഫ് കോഴ്സ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആണ്. ഐ ഹോപ്പ് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ആക്സിസ് പെർപെൻഡിക്കുലർ ആണ് എച്ച് പിക്ക്. അറ്റ് ദ സെയിം ടൈം ദിസ് ആക്സിസ് ആയിട്ട് ഈ പെൻസിലാണ് ഞാൻ കാണിക്കുന്നത്. ആക്സിസ് ആണ്, ഈ പ്രിസത്തിൻ്റെ ആക്സിസ് ആണ്. ആക്സിസ് എങ്ങനെ? എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ ഈ ആക്സിസ് എങ്ങനെയാണ്? വി പിക്ക് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ബേസ് എഡ്ജ് ഉണ്ടല്ലോ, സ്ക്വയറിൻ്റെ ബേസ് എഡ്ജ് ഉണ്ടല്ലോ, ഞാനിവിടെ ഈ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. നോക്കുമ്പോൾ ബേസ് എഡ്ജ് അല്ലേ, ഇതാ ഇത് ബേസ് എഡ്ജാണ് സ്ക്വയറിൻ്റെ, ഇതും ബേസ് എഡ്ജാണ്. ഈ രണ്ട് ബേസ് എഡ്ജ് എങ്ങനെയാണ്? വി പിക്ക് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. ഈ ബേസ് എഡ്ജ്, ഈ രണ്ട് ഇവിടെ ഈ സൈഡുള്ള ബേസ് എഡ്ജും ഈ സൈഡുള്ള ബേസ് എഡ്ജും നമ്മൾ ഈ വി പിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ ഈ ബേസ് എഡ്ജും വി പിക്ക് എങ്ങനെയാണ്? പാരലലാണ് അല്ലേ. അങ്ങനെയും ക്വസ്റ്റ്യനിൽ പറയാം, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഇരിക്കട്ടെ, ഒരു സ്ക്വയർ പ്രിസം ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി തന്നെയാണ്. പക്ഷേ പ്രിസം ഇങ്ങനെയാണ് നിൽക്കണമെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും? ഇതല്ലേ ബേസ് എഡ്ജ് അല്ലേ, ഇത് ബേസ് എഡ്ജാണ്,
സോറി, ഇത് ബേസ് എഡ്ജ് ആണ്. രണ്ട് ബേസ് എഡ്ജ് ഉണ്ട്. ബേസ് എഡ്ജ് എങ്ങനെയാണ്? ഈക്വലി ഇൻക്ലൈൻഡ് ടു വി പി ആണ്. ഈക്വലി ഇൻക്ലൈൻഡ് ടു വി പി ആണ്. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ഈ വെർട്ടിക്കൽ പ്ലെയിനിന് ഈ സ്ക്വയർ എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കുക. ഈ പ്രിസം എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇങ്ങനെയല്ലേ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇതാണ് കറക്റ്റ് പൊസിഷൻ. ഈ എഡ്ജ് ഉണ്ട്, ഈ ബേസ് എഡ്ജ് ഉണ്ട്. ഇത് വി പി ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടല്ലേ കിടക്കണേ. അതുപോലെ ഇവിടുത്തെ ഈ എഡ്ജ് ഉണ്ട്, ഇത് വി പി ആയിട്ട് ഇൻക്ലൈൻഡ് ആയിട്ടല്ലേ കിടക്കണേ. അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരിക? ജസ്റ്റ് ഒരു ഇങ്ങനെയുള്ള വ്യൂ ആണ് വരിക, ഇങ്ങനെയുള്ള വ്യൂ ആണ് വരിക അല്ലേ. അപ്പോൾ ഇതിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും സ്ക്വയർ പ്രിസം ഈസ് റെസ്റ്റ് ഓൺ എച്ച് പി വിത്ത് ഇറ്റ്സ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ബട്ട് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് ഈക്വലി ഇൻക്ലൈൻഡ് ടു വി പി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബേസ് എഡ്ജസ്, ടു ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻഡ് ടു വി പി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്, ഇതൊരു ബേസ് എഡ്ജ് ആണ്, ഇതൊരു ബേസ് എഡ്ജ് ആണ്. ഈ രണ്ട് ബേസ് എഡ്ജ് എന്താണ്? വി പിക്ക് ഈക്വലി ഇൻക്ലൈൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കേസസ് പറയും. അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ കേസസിലേക്ക് പോവാം. ഒരു സ്ക്വയർ പ്രിസം വെച്ച് കാണിച്ചു തന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കേസിലാണ് ഇവിടെ നിൽക്കുന്നത് എച്ച് പിക്ക്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ആദ്യം ട്രൂ ഷേപ്പാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ട്രൂ ഷേപ്പ് നമുക്ക് എവിടെയാണ് കിട്ടുക എന്നൊക്കെ. ട്രൂ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ഈ സോളിഡ് ഉണ്ടല്ലോ, സോളിഡിൻ്റെ ബേസ് ആണ് ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബേസ് ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കേസിൽ ബേസ് നമുക്ക് ഏത് വ്യൂവിലാണ് കിട്ടുക? ഇതാണ് നമ്മൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ഡയറക്ഷൻ അല്ലേ. ദിസ് ഈസ് അവർ ഫ്രണ്ട് വ്യൂസ് ഡയറക്ഷൻ. ഇത് ഫ്രണ്ട് വ്യൂ ആണ് അല്ലേ. ഇത് ടോപ്പ് വ്യൂവിൻ്റെ ഡയറക്ഷനാണ്. ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ അല്ലേ കിട്ടുന്നത്, റെക്റ്റാങ്കിളാണ് കിട്ടുന്നത്. ബട്ട് ഇതെന്താണ്? സ്ക്വയർ പ്രിസമാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയർ എവിടെയാണ് കിട്ടുക? ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോഴാണ് സ്ക്വയർ കിട്ടുക അല്ലേ. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൊജക്ഷൻ വരയ്ക്കും, ഇവിടെ നിന്ന് അതുപോലെ പ്രൊജക്ഷൻ വരയ്ക്കും, ഇവിടെ നിന്ന് വരയ്ക്കും, ഇവിടെ നിന്ന് വരയ്ക്കും. ഇത് നമ്മൾ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ കിട്ടും. എവിടെ? ടോപ്പിൽ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ വ്യൂ കിട്ടി, സ്ക്വയർ കിട്ടി. ടോപ്പ് വ്യൂ കിട്ടി, ടോപ്പ് വ്യൂ എന്ത് സ്ക്വയർ കിട്ടി. ഇനി അതേപോലെ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എന്താണ്? ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പ്രൊജക്ഷൻ വരയ്ക്കും. ഇതല്ലേ ഇവിടെ ഇത് 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 ആണ്, ഈ 4 എഡ്ജാണ് കാണുക. അപ്പോൾ ഇവിടുന്ന് പ്രൊജക്ടർ വരച്ചു, അതുപോലെ ഇവിടെ നിന്നും പ്രൊജക്ടർ വരച്ചു, അതുപോലെ ഇവിടെ നിന്നും നമ്മൾ പ്രൊജക്ടർ വരച്ചു. ഇനി അത് കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി എന്താണ്? ഒരു റെക്റ്റാങ്കിൾ കിട്ടി, ഒരു റെക്റ്റാങ്കിൾ കിട്ടി അല്ലേ. ഇനി ഇതിപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായതല്ലേ? ഓക്കെ, ഇത് ലൈനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് സോളിഡിൽ. ഓക്കെ, ഇവിടെ ഈ സോളിഡ് ഒരു സെർട്ടൈൻ ഹൈറ്റ് എബോവ് എച്ച് പി ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സെർട്ടൈൻ ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഓർത്തോഗ്രാഫിക്കലി നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ എങ്ങനെയാണ് വരയ്ക്കുക അല്ലേ? ഇതല്ലേ നമ്മൾ എക്സ് വൈ ലൈൻ. ഇതാണ് എക്സ്, ഇവിടെ ഇങ്ങനെ പോവും. ഇത് എക്സ് വൈ ലൈനാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആസ് യൂഷ്വൽ എക്സ് വൈ ലൈൻ വരയ്ക്കും. ഇത് സിമ്പിൾ പൊസിഷനിലാണല്ലോ അല്ലേ. കാരണം ഈ രണ്ട് ബേസ് എഡ്ജും എങ്ങനെയാണ്? വി പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്, അതോടൊപ്പം എച്ച് പിക്ക് പാരലൽ ആയിട്ടുമാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് വൈ ലൈൻ വരയ്ക്കും. ഇതാണ് എക്സ് വൈ ലൈൻ വരച്ചു അല്ലേ. ആദ്യം ഇതിൻ്റെ ട്രൂ ഷേപ്പ് എവിടെയാണ് കിട്ടുക? സ്ക്വയർ പീസ് ആകുമ്പോൾ സ്ക്വയർ ആണ് ആദ്യം വരയ്ക്കേണ്ടത് അല്ലേ. അതിൻ്റെ ബേസിൻ്റെ ഷേപ്പാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ട്രൂ ഷേപ്പ് ഏതാണ്? ടോപ്പ് വ്യൂവിൽ കിട്ടുന്നത്. ടോപ്പ് വ്യൂവിൽ നമുക്കൊരു സ്ക്വയറിൽ കിട്ടിയത് അല്ലേ. അപ്പോൾ ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിലാണ് ഇത് നിൽക്കുന്നുണ്ടാവുക സോളിഡ്. അപ്പോൾ അത് എത്രയാണോ പറഞ്ഞിട്ടുള്ളത് ആ ഡിസ്റ്റൻസ് എടുക്കുക എക്സ് വൈ ലൈനിൽ നിന്ന്. ആ ഡിസ്റ്റൻസ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ആ സ്ക്വയർ വരച്ചു. എത്ര ഡയമെൻഷനാണോ പറഞ്ഞിരിക്കുന്നത് ആ സ്ക്വയർ നമ്മൾ വരച്ചു. സ്ക്വയർ വരച്ചു. ക്ലിയർ? സ്ക്വയർ വരച്ചു. ഓക്കെ, സ്ക്വയറിന് നമ്മൾ പേര് കൊടുക്കണം. കാരണം ഇവിടെ ടോപ്പ് എന്നല്ല നോക്കണേ. അപ്പോൾ ഇവിടെ ഒരു പേരുണ്ടാവും, ഇവിടെ പേരുണ്ടാവും. സേ ഇവിടെ ഇത് എ ആണെന്നിരിക്കട്ടെ, ഇവിടെ ബി ആണെന്നിരിക്കട്ടെ, ഇവിടെ സി ആണെന്നിരിക്കട്ടെ, ഇവിടെ ഡി ആണെന്നിരിക്കട്ടെ. എ ബി സി ഡി. അതേപോലെ ഇവിടെ താഴെയും പേരുണ്ടാവും, എ ബി സി ഡി. ഇവിടെ ഞാൻ ഈ താഴത്തെ ഈ പോയിന്റിൽ ഞാൻ ഇ എന്ന് കൊടുക്കുന്നു, ഇവിടെ ഞാൻ എഫ് എന്ന് കൊടുക്കുന്നു, ഇവിടെ താഴത്തെ ബോട്ടം ജി എന്ന് കൊടുക്കുന്നു, ഇവിടെ എച്ച് എന്ന് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ടോപ്പ് എന്നല്ല നോക്കി. ടോപ്പ് എന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഏതാണ്? ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ ഫേസ് അല്ലേ കാണുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുക്കണം? നമ്മൾ കാണുന്നതാണ് ആദ്യം എഴുതേണ്ടത്. എ എന്ന് പറയുന്നത് ഈ പോയിന്റ് അല്ലേ. ഇവിടെ ഏതാ വരിക? ഇതാണ് എ എന്ന് വരിക. അപ്പോൾ ഞാൻ സ്മോൾ ലെറ്ററിൽ എ എന്ന് കൊടുക്കുന്നു. ബി എന്ന് പറയുന്നത് ഇതല്ലേ, അത് ഇതിലെവിടെയാണ്? ഇവിടെയാണ്. ബി എന്ന് കൊടുക്കുന്നു. സി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, അതേതാണ്? ഇതാണ് സി. ഡി എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? ഇതാണ്, അതിവിടെ
ഡി. ടോപ്പ് നിന്ന് കാണില്ലല്ലേ, പക്ഷെ ബോട്ടത്തിൽ ഉണ്ടല്ലോ അല്ലേ, ബേസ് ഉണ്ടല്ലോ. ബേസിൽ എന്താണ് EFGH എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടില്ല, ABCDക്ക് കറസ്പോണ്ടിങ് ആയിട്ട് EFGH എന്നുണ്ട്. അത് നമ്മൾക്ക് ടോപ്പ് നോക്കുമ്പോൾ കാണാൻ കഴിയോ? കാണാൻ കഴിയില്ല. ബട്ട് എന്ത് ചെയ്യണം? നമുക്കത് കാണിക്കണം, വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? കാണാൻ കഴിയണില്ല, പക്ഷേ അത് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്മോൾ ലെറ്ററിൽ എഴുതും. ബ്രാക്കറ്റിൽ എഴുതും. സോറി, ഇവിടെ ആണ്, ഈ പോയിന്റ് ആണ്. അത് കറസ്പോണ്ടിങ് എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിലാണ് വരുന്നത്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ബ്രാക്കറ്റിൽ എന്ന് കൊടുക്കും. അതേപോലെ ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ F ആണ് വരുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യണു? F എന്ന് കൊടുത്തു. അതുപോലെ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ G ആണ് വരുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ ഇവിടെ G എന്ന് കൊടുത്തു. ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് H ആണ് വരുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ ഇവിടെ H എന്ന് കൊടുത്തു. ദെൻ ഇവിടെ ആക്സിസ് ഉണ്ട് അല്ലേ, ആക്സിസ് ഞാൻ രണ്ടും ഇവിടെ O എന്ന് കൊടുക്കുകയാണ്. ഇത് കൺഫ്യൂഷൻ ആക്കണില്ല, അല്ലെങ്കിൽ വേണം ഇവിടെ Oയും ആക്സിസ് ടോപ്പിൽ Oയും ബോട്ടത്തിൽ വേണമെങ്കിൽ P എന്നും കൊടുക്കാം. ഓക്കെ, എന്തായാലും കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആക്സിസും കാണിക്കണ്ടേ? ബി സ്ക്വയറിൻ്റെ സെൻറ്റർ പോയിന്റിലല്ലേ ഇത്? ഇമാജിൻ ദിസ് ഈസ് അവർ സ്ക്വയർ സെൻറ്റർ പോയിന്റ്. O ആണ്, O കാണും നമുക്ക്. O എന്നിട്ട് സ്മോൾ ലെറ്റർ O, പക്ഷെ P ഉണ്ട് താഴെ, P കാണില്ല. സോ ബ്രാക്കറ്റിൽ എന്ത് ചെയ്തു? P എന്ന് എഴുതി. ക്ലിയർ? മനസ്സിലായില്ലേ? ഇനി അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കണ്ടേ അല്ലേ? ഫ്രണ്ട് വ്യൂ ഇതല്ലേ? ഫ്രണ്ട് വ്യൂ നമുക്ക് എന്താണ്? എത്രയോ സെർട്ടൈൻ എബോവ് HP എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? HP-യിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ HP-ക്ക് ഡിസ്റ്റൻസ് എടുക്കുക, പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ആ പറഞ്ഞ ഡിസ്റ്റൻസ് എടുക്കുക, എടുത്തു. ഇവിടുന്ന് വരയ്ക്കുക. എത്രയാണ് ഹൈറ്റ്? ഇതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടാവും. ആ ഹൈറ്റിൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. കാരണം ബേസ് കിട്ടി, ബേസ് ഇതിൻ്റെ പ്രൊജക്ഷൻ തന്നെ അല്ലേ, അത് ഇതാണ് ബേസ്. എത്ര പറഞ്ഞിരിക്കുന്ന ഹൈറ്റ്, ആ ഹൈറ്റിൽ നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരച്ചു. then ഇത് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് വ്യൂ ആയി. ഇതിലെന്താണ്? ആക്സിസ് കാണിക്കണമല്ലോ, ആക്സിസ് OP അല്ലേ? അപ്പോൾ അതാണ്, അത് ഇവിടുന്ന് ടോപ്പിൽ നിന്ന് ഈ പോയിന്റ് ആണത്, അത് ഇവിടെ സെൻറ്ററിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ സെൻറ്ററിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആക്സിസ് ലൈൻ കാണിക്കുക. ആക്സിസ് എങ്ങനെയാണ്? ഒരു ലോങ് ലൈൻ, then ഒരു ഷോർട്ട് ലൈൻ, പിന്നെ ഒരു ലോങ് ലൈൻ, ഒരു ഷോർട്ട് ലൈൻ, പിന്നെ ഒരു ലോങ് ലൈൻ. ഇനി ഇതിന് നെയിം കൊടുക്കണം അല്ലേ? നെയിം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ല നോക്കണം ഫ്രണ്ട് വ്യൂ. ഇവിടെ A കാണും, B കാണുമോ? A കാണും, B കാണില്ല അല്ലേ? അപ്പോൾ ഇവിടെ A' കാണാനാണ്, B കാണില്ല. സോ നമ്മൾ എന്ത് ചെയ്യണത്? ബ്രാക്കറ്റിൽ B' എന്ന് കൊടുത്തു. അതേപോലെ ഇവിടെ D കാണും, C കാണുമോ? ഇല്ല. അപ്പോൾ അത് ഇതല്ലേ, ഈ പോയിന്റ് അല്ലേ? D' ബ്രാക്കറ്റിൽ C'. സിമിലർലി ഹിയർ E ഉണ്ട് അല്ലേ? ഇവിടെ E ഉണ്ട്, E കാണും, F കാണില്ല. സോ ഇവിടെ E' ബ്രാക്കറ്റിൽ F'. അതേപോലെ ഇവിടെ H ഉണ്ട് അല്ല, H കാണും, G കാണില്ല. H' ബ്രാക്കറ്റിൽ G' അല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു 3D വരച്ച് നോക്കുകയാണ്. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവേണ്ടതാണ് അല്ലേ? ABCD എന്നുള്ളതാണ് അല്ലേ? ഈ ABCD ആണ് ടോപ്പ് ഫേസ്, ഇതല്ലേ ടോപ്പ് ഫേസ്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി ഈ ഡയറക്ഷനിലാണ് വ്യൂ ചെയ്യണം. അപ്പോൾ എന്താണ്? A കാണും, B കാണില്ല. അതന്നല്ലേ A' ബ്രാക്കറ്റിൽ B'. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ D കാണും, C കാണില്ല. അതാണ് D' ബ്രാക്കറ്റിൽ C'. സിമിലർലി താഴെ നോക്കുമ്പോൾ ഇവിടെ ഈ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ താഴെ ഈ ഡയറക്ഷനിലാണ് വ്യൂ ചെയ്യണം. അപ്പോൾ E കാണും, F കാണില്ല. അതുകൊണ്ട് E', F'. അതേപോലെ ഹിയർ H കാണും, G കാണില്ല. അപ്പോൾ H', G'. ക്ലിയർ? മനസ്സിലായില്ലേ? പിന്നെ എന്താണ് ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണ് തന്നിരിക്കണമെന്ന് വെച്ചാൽ ആ ഡയമെൻഷൻ ചെയ്യുക. എത്രയാണ്? ഇപ്പോൾ 20 ആണെങ്കിൽ 20. ഇപ്പോൾ ഇവിടെ ഈ ഹൈറ്റ് 70 ആണെങ്കിൽ 70. എത്രയോ അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു ഇത് പറയാം. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എബോവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നൊന്നും ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ HP-ക്ക് ലൈ ചെയ്യണു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. HP തന്നെയാണ് റെസ്റ്റ് ചെയ്യണത്, VP എന്ന് ഒരു സെർട്ടൈൻ mm ഇൻ ഫ്രണ്ട് ആയിരിക്കും എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് വരിക? ഇവിടെ തന്നെ ഞാൻ വരയ്ക്കാം. സെയിം XY ലൈനിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതേ സെയിം സോളിഡ് തന്നെ, ദിസ് സോളിഡ് ലൈസ് ഓൺ HP ആണ്. HP-യിൽ ലൈസ് ചെയ്യുന്നുണ്ട്, ബട്ട് സെർട്ടൈൻ mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പോൾ ഈ ഇത്ര ഇവിടുന്ന് ഇപ്പോൾ ഒരു 10 mm ഡിസ്റ്റൻസിൽ തന്നെയാണ് കിടക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് XY ലൈനിൽ 10 mm ഡിസ്റ്റൻസിൽ നമ്മളിവിടെ ഒരു സ്ക്വയർ വരയ്ക്കും. ബട്ട് ദിസ് സോളിഡ് റെസ്റ്റ് ഓൺ HP ആണ്. അപ്പോൾ എന്താണ്? XY ലൈനിലാണ്. XY ലൈനിൽ നിന്ന് തന്നെ പ്രൊജക്ഷൻ വരയ്ക്കുക. കാര്യം മനസ്സിലാവണ്ട? ഇത്ര ഹൈറ്റ് വരില്ല. ഹൈറ്റ് ഇവിടെ ഈ സോളിഡിൻ്റെ ഇമാജിൻ ഇതൊരു 100 mm ആണെന്ന് ഇരിക്കട്ടെ, ഇതൊരു 100-ൻ്റെ ആണെന്ന് ഇരിക്കട്ടെ. കാര്യം മനസ്സിലായോ? ചിലപ്പോൾ HP-യിൽ റെസ്റ്റ് ചെയ്യണമെന്ന് പറയേ, ബേസ് റെസ്റ്റ് ഓൺ HP എന്ന് പറഞ്ഞാൽ അതെവിടെ ഉണ്ടാവും? XY ലൈനിൽ ഉണ്ടാവും. ശരിയല്ലേ? XY ലൈനിൽ റെസ്റ്റ് ചെയ്യണമായിട്ടാണ് ഉണ്ടാവുക.
ക്ലിയർ? ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, ആക്സിസ് ഓഫ് സോളിഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ഇനി ഞാൻ വേറെ കേസ് പറഞ്ഞത് ഇതിൽ തന്നെ ഇതെങ്ങനെയാണ് കേസ് എന്ന് പറഞ്ഞാൽ എച്ച് പിക്ക് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. എച്ച് പിക്ക് എങ്ങനെയാണ് സ്ക്വയറിൻ്റെ ഈ ബേസ് എഡ്ജ് എങ്ങനെയാണ് പാരലൽ ടു വി പി ആണ് അല്ലേ? പാരലൽ ടു വി പി ആണ്. വി പിക്ക് പാരലൽ ടു ബേസ് എഡ്ജസ് ആർ പാരലൽ ടു വി പി എന്ന് പറയുമ്പോഴാണ് ഈ ഒരു കേസിൽ വരുന്നത്. സപ്പോസ് ടു ബേസ് എഡ്ജസ് ആർ ഈക്വലി ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂവിൽ ഇങ്ങനെ ആയിരിക്കും സ്ക്വയർ വരിക. ഈ ഒരു രീതിക്കായിരിക്കും വരിക സ്ക്വയർ. കാരണം ഇത് എക്സ് വൈ ലൈനാണെന്ന് ഇമാജിൻ ചെയ്യുക, ഇത് എക്സ് വൈ ലൈനാണെന്ന് ഇമാജിൻ ചെയ്യുക. ഇതാണ് ബേസ് എഡ്ജ്. ഈ ബേസ് എഡ്ജ് എങ്ങനെയാണ് എക്സ് വൈ ലൈനിന് ഈക്വലി ഇൻക്ലൈൻഡ് ആണ്. ഈ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. ഇപ്പോൾ 45 ഡിഗ്രി 45 ഈക്വലി ഇൻക്ലൈൻഡ് 45 ഡിഗ്രിയിലായിരിക്കും. ക്ലിയർ? ഇത് ഓരോരോ കേസസ് ആണ്. ഓക്കെ, അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ആക്സിസ് ഓഫ് സോളിഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നും ഫ്രണ്ട് വ്യൂ എങ്ങനെയാണെന്ന് നോക്കണം, ടോപ്പ് വ്യൂ നോക്കേണ്ടത് എന്താണ്, ആദ്യം എന്താണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായി. കാരണം ആക്സിസ് ഓഫ് സോളിഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആണ്. അപ്പോൾ വി പി ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ സോളിഡിൻ്റെ ബേസിൻ്റെ വ്യൂ നമുക്ക് കിട്ടുക എന്താണ്, സ്ക്വയർ പ്രിസം ആകുമ്പോൾ സ്ക്വയർ ആണ് അല്ലേ? അത് എവിടെയാണ് കിട്ടുക? ടോപ്പ് വ്യൂവിലാണ് കിട്ടുക. അപ്പോൾ ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ടോപ്പ് വ്യൂ വരച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഈ പ്രൊജക്ടറാണ്, പ്രൊജക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട് ആരോ മാർക്ക് ഇട്ടത്. ഓക്കെ, ഇനി സിമിലർലി വേറെ സെക്കൻഡ് കേസാണ് ആക്സിസ് ഓഫ് സോളിഡ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. ഇത് എന്തായിരുന്നു? പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി ആയിരുന്നു. ഇത് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. അപ്പോൾ ഇതാണ് കേസ്. ഇത് എച്ച് പി, ഇത് വി പി. ഇത് നമ്മൾ സ്ക്വയർ പ്രിസം ആണ്. അപ്പോൾ സ്ക്വയർ പ്രിസം ഇതാണ് ആക്സിസ്. ഈ ആക്സിസ് വി പിക്ക് എങ്ങനെ പെർപെൻഡിക്കുലറിലാണ് നിൽക്കുന്നത്, അതുപോലെ ഈ ആക്സിസ് എച്ച് പിക്ക് എങ്ങനെയാണ് പാരലായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയായിരിക്കും പ്രാക്ടിക്കലി നമുക്ക് കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. സോ ഇതാണ് നമ്മൾ സ്ക്വയർ പ്രിസം. ഇത് എച്ച് പിയും ഇത് വി പി ആയിട്ട് ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്ക്വയർ പ്രിസം ഇങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യുക. ഇതല്ലേ വി പി, ദിസ് വൺ ഈസ് വി പി അല്ലേ? അപ്പോൾ ഇങ്ങനെയായിരിക്കും പൊസിഷൻ ഉണ്ടാവുക. ഇങ്ങനെ പൊസിഷൻ ഉണ്ടാകുമ്പോൾ എന്താണ്, ഇതല്ല ആക്സിസ്, ഇവിടെയാണ് ആക്സിസ് ഉണ്ടാവുക. ആക്സിസ് എങ്ങനെയാണ്? വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അറ്റ് ദ സെയിം ടൈം എച്ച് പിക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ്? എച്ച് പിക്ക് പാരലാണ്. അപ്പോൾ ഇതിൻ്റെ ട്രൂ ഷേപ്പ് നമുക്ക് എവിടെ കിട്ടുക? ട്രൂ ഷേപ്പ് സ്ക്വയർ പ്രിസം ആണ്. സ്ക്വയർ ഏത് വ്യൂവിലാണ് കിട്ടുക? ഫ്രണ്ട് വ്യൂവിലാണ് കിട്ടുക. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഫ്രണ്ട് വ്യൂവിലാണ് ട്രൂ ഷേപ്പ് കിട്ടുക അല്ലേ? അപ്പോൾ ഇതാണ് ആക്സിസ്, ഇതാണ് കണ്ടീഷൻ. സ്ക്വയർ പ്രിസം ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോഴാണ് നമുക്ക്, ഈ ഒരു ആംഗിളല്ല, ഈ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് സ്ക്വയർ കിട്ടുന്നത് അല്ലേ? ടോപ്പ് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ടോപ്പ് നോക്കുമ്പോൾ നമുക്ക് എന്താ? റെക്റ്റാങ്കിൾ ആണ് കിട്ടുക അല്ലേ? ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് കിട്ടുക. അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ആദ്യം ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യും. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ഞാൻ ഈ ഫോൺ വെച്ചിരിക്കുന്നതാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? സ്ക്വയറാണ് കിട്ടുക. അതുപോലെ ടോപ്പ് വ്യൂ, ഇവിടുന്ന് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു റെക്റ്റാങ്കിൾ ആണ് കിട്ടുക. ക്ലിയർ? ഓക്കെ, ഞാൻ കാണിച്ചതൊന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണിത്, ഈ ഒരു സോളിഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് അവർ ഫ്രണ്ട് വ്യൂ ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് അവർ ടോപ്പ് വ്യൂ ഡയറക്ഷൻ. ഇത് സ്ക്വയർ പ്രിസത്തിൻ്റെ ഒരു എൻഡാണ്, ഇത് അതർ എൻഡാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ പേര് കൊടുക്കാം. ഇത് എ എന്ന് കൊടുക്കുന്നു, ഇവിടെ ബി എന്ന് കൊടുക്കുന്നു, ഇത് സി എന്ന് കൊടുക്കുന്നു, ഇത് ഡി എന്ന് കൊടുക്കുന്നു. Similarly, here I am giving E, here F, and here G, and here H എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രൂ ഷേപ്പ് എവിടെയാണ് കിട്ടുന്നത്? ഫ്രണ്ടും നോക്കുമ്പോഴല്ലേ കിട്ടുന്നത് അല്ലേ? എ ബി സി ഡി ആണ് കാണുക. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ വരും. അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ സംവേർ ഇങ്ങനെ കിട്ടും. ദിസ് ഈസ് അവർ പ്രൊജക്ഷൻ ഫ്രണ്ട് വ്യൂ അല്ലേ? എ ബി സി ഡി ആണ് കാണുന്നത്. സോ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് ഇവിടെ എ ഡാഷ്, ഇവിടെ തന്നെ വരും എ ഡാഷ്. ഇവിടെ എന്താ വരിക? ഇവിടെ ബി ഡാഷ് ആണ്. അതുപോലെ ഹിയർ സി ഡാഷ് ആൻഡ് ഹിയർ ഡി ഡാഷ്. അതുപോലെ ബ്രാക്കറ്റിൽ ഇ എഫ് ജി എച്ച് എന്ന് വരും അല്ലേ? അത് നമുക്ക് എച്ച് വൈ ലൈൻ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ചെയ്യാം. അതേപോലെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഈ ഒരു ഫേസ് ആണ് കാണുക. അതായത് എയും ഇയും അല്ലേ? എ ഇ എന്ന് പറഞ്ഞ എഡ്ജ് കാണും, എ ബി എന്ന് പറഞ്ഞ എഡ്ജ് കാണും, ഡി എഫ് എന്ന് പറഞ്ഞ എഡ്ജ് കാണും, എഫ് ഇ എന്ന് പറഞ്ഞ എഡ്ജ് കാണും. അപ്പോൾ അത് നമ്മൾ പ്രൊജക്ടർ താഴോട്ട് വരയ്ക്കുകയാണ്. അതുപോലെ എഫ് ജി എന്നും അല്ലെ എ ഡി എന്നും. സി എച്ച് പിക്ക് നീളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ അതുപോലെ ഇവിടെ
ഇപ്പോൾ ഇതിങ്ങനെ ഈ എഡ്ജ്, ഈ രണ്ട് എഡ്ജ്, അതായത് ഇ എഫും എ ബിയും ആണ്. അതുപോലെ ഇവിടെ ഇത് ഇവിടെ അല്ല റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടി. ഇവിടെ നെയിമിങ് എങ്ങനെയായിരിക്കും? ഇത് ഇ കാണും നമുക്ക്. സോ സ്മോൾ ലെറ്റർ ഇ, എഫ് കാണും, ഇവിടെ എഫ് വരും, ഇവിടെ ബി കാണും, ഇവിടെ എ കാണും, എച്ച് ജി ഡി സി കാണില്ല. അത് നമ്മളിവിടെ ബ്രാക്കറ്റിലിടണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എക്സ് വൈ ലൈൻ വരയ്ക്കും. ഇല്ല ഇതാണ് നമ്മളെ എക്സ് വൈ ലൈൻ ഇമാജിൻ ചെയ്യുക. ദിസ് ഈസ് അവർ എക്സ് വൈ ലൈൻ വരയ്ക്കും. അപ്പോൾ എവിടെയാണ് വരിക? ഫ്രണ്ട് വ്യൂവിലല്ലേ നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ എക്സ് വൈ ലൈൻ്റെ മേലെയാണ് അല്ലേ? ഇപ്പോൾ 13 mm എബോവ് എച്ച് പിയിലാണ് സോൾഡർ എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഞാൻ എക്സ് വൈ ലൈൻ്റെ മേലെ എന്ത് ചെയ്തു? ഒരു സ്ക്വയർ വരയ്ക്കുകയാണ്. കാരണം സ്ക്വയർ പ്രിസമാണ്. സ്ക്വയർ വരച്ചു പറഞ്ഞ ഡയമെൻഷനിൽ നെയിം ചെയ്യണം അല്ലേ? ഇവിടെ നിന്ന് നോക്കണം. അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ ഈ പോയിന്റ് ആണ്, ഇതാണ് എ, അപ്പോൾ ഇതാണ് എ. ഇവിടെ എ ഡാഷ്, ദിസ് ഈസ് പി, ആ പോയിന്റ് ഇവിടെയാണ്. ബി ഡാഷ്, ദിസ് ഈസ് സി, ആ പോയിന്റ് ഇവിടെയാണ്. സി ഡാഷ്, ദിസ് ഈസ് ഡി, ആ പോയിന്റ് ഇവിടെയാണ്. ഡി ഡാഷ്, ഇനി കാണാത്ത എഡ്ജസ് ഉണ്ട് അല്ലേ? എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇ ആണ്. അപ്പോൾ അതിവിടെ നമ്മൾ ബ്രാക്കറ്റിലിടുന്നു. ഇ ഡാഷ്, പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എഫ് ആണ്, ബ്രാക്കറ്റിലിടുന്നു. എഫ് ഡാഷ്, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ജി ആണ്, ഇവിടെ ബ്രാക്കറ്റിലിടുന്നു. ജി ഡാഷ്, ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എച്ച് ആണ്, അതിവിടെ ബ്രാക്കറ്റിലിടുന്നു. എച്ച് ഡാഷ്. ഓക്കെ, ഇവിടെ ആക്സിസ് ഉണ്ട്, അത് ഞാൻ വിട്ടുപോയി. ഒ, ഇവിടെ നമുക്ക് പി എന്ന് കൊടുക്കാം. ഓക്കെ, ഒ പി എന്ന് കൊടുക്കാം. അപ്പോൾ അതിവിടെ സെൻറ്ററിൽ കൊടുക്കാം. ഒ കാണും നമുക്ക്, ഒ ഡാഷ്. പി കാണുമോ? ഇല്ല. അപ്പോൾ അത് ബ്രാക്കറ്റിലിട്ടു, പി ഡാഷ് നിട്ടു. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ ആക്സിസ് ഫ്രണ്ട് വ്യൂവിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ വരയ്ക്കേണ്ടത്. ടോപ്പ് വ്യൂ നമുക്ക് എന്താണ്? ഈ ഒരു ഫേസിൽ റെക്റ്റാങ്കിൾ ആണ് കാണുക. ഇപ്പോൾ ടോപ്പ് വ്യൂ ഇപ്പോൾ 13 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെന്നിരിക്കട്ടെ. ഇല്ലെങ്കിൽ വേണ്ട, നമുക്കിത് ഇതെങ്ങനെയാണ്? ഇത് എച്ച് പിയിൽ ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള, വി പിയിൽ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള കേസ് നോക്കാം. ഇതിപ്പോൾ ഇവിടെ നമ്മൾ എക്സ് വൈ ലൈനിന് ഇത്ര ഒരു ഗ്യാപ്പ് വിട്ട് എന്താണ്? എബോ എച്ച് പിയിൽ ഈ ഡിസ്റ്റൻസ് കിടക്കുന്നുണ്ട്, ഈ ഡിസ്റ്റൻസിൽ കിടക്കുന്നുണ്ട്. വി പിയിലാണെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ വി പിയിൽ തന്നെ പ്ലേസ് ചെയ്യാം. വി പിയിൽ തന്നെ പ്ലേസ് ചെയ്തു. അതായത് ബേസ്, ഈ ബേസ് എവിടെയാണ്? വി പിയിൽ നിൽക്കുന്നുണ്ട് എന്ന് ഇമാജിൻ ചെയ്യാണ് കേട്ടോ. ഈ ഹൈറ്റ് അല്ലേ വരിക? എ ബി എഫ് ഇ എന്ന് പറഞ്ഞ ഇതാണ് വരിക. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ല നോക്കണേ. എ കാണും, ഇവിടെ നോക്കുമ്പോൾ എ കാണും. ഡി കാണുമോ? ഇല്ല. എ എവിടെ വരിക? ഈ റെക്റ്റാങ്കിൾ സ്ക്വയർ പ്രിസത്തിൻ്റെ ഇവിടെ എക്സ്ട്രീം എൻഡിലല്ലേ നിൽക്കണേ? ഈ വി പിയിൽ നിന്ന് ഇങ്ങനെ വിട്ടിട്ടുള്ള എൻഡിൽ നിൽക്കണേ. ഇപ്പോൾ വി പി എന്നുള്ള വിട്ടിട്ടുള്ള എൻഡല്ലേ ഇത് അല്ലേ? ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഇതല്ലേ എ അല്ലേ? ഇത് ബി, അതെന്താണ്? ഇവിടെയാണ് ബി. കാണാത്ത എന്താണ്? ഡി കാണുമോ? ഇല്ല. അതല്ലേ ഇത്? ഇവിടെ നോക്കുമ്പോൾ എ കാണും, ഇതാണ് എ. ബി കാണും, ഡി കാണുമോ? ഇല്ല. അപ്പോൾ ബ്രാക്കറ്റിൽ ഡി. ഇവിടെ സി ഉണ്ട്, സി കാണുമോ? ഇല്ല. ബ്രാക്കറ്റിൽ സി. അതേപോലെ ബേസ് ഇവിടെയാണ്. ബേസ് നമ്മൾ വി പിയിൽ ടച്ച് ചെയ്ത് നിൽക്കണായിട്ടാണ് കേട്ടോ ഇമാജിൻ ചെയ്തിരിക്കണത്. അതായത് ഞാൻ കാണിച്ചല്ലോ, ഇതാണ് നമ്മളെ സ്ക്വയർ പ്രിസം എങ്കിൽ ഇത് എച്ച് പി, ഇത് വി പി ആണെങ്കിൽ ഇത് വി പിയിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എച്ച് പിയിൽ നിന്ന് ഒരു സെർട്ടൻ ഹൈറ്റിൽ മേലേക്കും വി പിയിൽ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കണമെന്നുള്ള. അപ്പോൾ വി പിയിൽ ടച്ച് ചെയ്യുന്ന ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്താ? ഇത് എക്സ് വൈ ലൈനായിട്ട് എടുക്കുക. ഇത് എക്സ് വൈ ലൈൻ ആണെങ്കിൽ ടോപ്പ് നോക്കുമ്പോൾ എന്താണ്? എക്സ് വൈ ലൈനിലല്ലേ ഈ പോർഷൻ കിടക്കണായിട്ട് നിൽക്കുക, കാണുക. ഓക്കെ, അതവിടെ കാണിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ വരച്ചത് കേട്ടോ. ഇവിടെ വരയ്ക്കുമ്പോൾ അറിയാതെ തിക്കായി പോയതാണ്. ഇത് പ്രൊജക്ടറാണ്, തിന്നായിരിക്കണം. ഇത് വരും. ഇപ്പോൾ എ ഡി ബി സി വരും. അപ്പോൾ ഈ ഇവിടെ എന്താ പോയിന്റ് വരിക? ഇവിടെ ഇ ആണ് അല്ലേ? ഇവിടെ ഇ അല്ലേ? ഇ കാണാമല്ലോ അല്ലേ? ഈ പോയിന്റ് ഇ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇ കാണാത്ത എന്താണ്? ഇവിടെയുള്ള എച്ച് കാണില്ല, അതല്ല എച്ച് ബ്രാക്കറ്റിൽ. ഇവിടെ എഫ്, ഇതാണ് എഫ് കാണും. മേലെ നോക്കുമ്പോൾ എഫ് കാണും. ജി കാണോ? ഇല്ല. അപ്പോൾ ജി ബ്രാക്കറ്റിൽ ഇവിടെ നോക്കുക, എഫ് ഇവിടെയാണ്. ഇവിടെ നോക്കുമ്പോൾ എഫ് കാണും, താഴെയുള്ളത് ജി കാണില്ല. അപ്പോൾ ജി കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ആക്സിസ് ഉണ്ട് അല്ലേ? ആക്സിസ് ലൈൻ വരയ്ക്കണം. ഇവിടെ ഇതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്റർ ഏതാ? ഇപ്പോൾ ഇ എഫ് ജി എച്ച് ഉള്ളവിടെ ഏതാ പോയിന്റ് കൊടുത്ത് നമ്മൾ? ഇ എഫ് ജി എച്ച് ഉള്ള ആക്സിസിൻ്റെ സെൻറ്റർ പോയിന്റ് ഏതാ? പി ആണ്. ഇവിടെ അതെ ആക്സിസ് വരയ്ക്കാം. ലോങ് ലൈൻ, സ്മോൾ ലൈൻ, ലോങ് ലൈൻ. അപ്പോൾ ഇവിടെ ഏതാ പോയിന്റ് വരിക?
പി ആണ് വരിക, ക്യാപിറ്റൽ ലെറ്റർ പി ആണ് അല്ലേ. ഇവിടെ ഏതാ പോയിന്റ് വരിക? ABCD എന്ന് പറഞ്ഞ ഫേസിൻ്റെ സെൻറ്ററിലാണ് O എന്ന് പറഞ്ഞ ആക്സിസ് എടുക്കണം. ഇവിടെ എന്ത് വരും? O വരും. ക്ലിയർ? കാര്യം മനസ്സിലായില്ലേ? ഇനി ഡയമെൻഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം കംപ്ലീറ്റ്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ ഈ എടുക്കാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഒരു 5 കണ്ടീഷൻ ഉണ്ട് പ്രൊജക്ഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻസിൽ. അതിൽ ആദ്യത്തെ 2 കണ്ടീഷനാണിത്. ഈ 2 കണ്ടീഷൻ കോൺസെപ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഇതൊന്ന് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഇനി കമ്മിങ് ക്ലാസ്സിൽ നമുക്ക് ഈ 2 കോൺസെപ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുക. സിമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ, ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തേക്ക് കിടക്കുക. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ആക്സിസ് മാർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു അല്ലേ. ഇതല്ലേ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ABCD എന്ന് പറഞ്ഞ എൻഡിലാണ് ഇവിടെ O കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വരും, ഇവിടെ O ഡാഷിന് വരും. അതുപോലെ ഇവിടെ എന്താണ് വരിക? ഇവിടെ P എന്നല്ലേ കൊടുത്ത്, സോ ഹിയർ P ഡാഷിനും കൊടുക്കാം. ക്ലിയർ? അത് ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, അതാണ് കാണിച്ചത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം. നോക്കുക, ഈ 2 കോൺസെപ്റ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇത് ക്ലാരിഫൈ ചെയ്യണം. കാരണം ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു.